വാഴ്ത്തപ്പെട്ടോരുടെ സംഗീത ഖേദം തീരത്ത് സ്നേഹമാ സ്വർഗതാതനോടെ സ്നേഹദാനത്തിനു നാൾക്കുന്ന വീഴ്ചയെ താരോ നന്മയ്ക്കു കാഴ്ചയായി നാം സ്തോത്രം പാടൂ. വേഗം ചേർന്നിടൂ ഭാഗ്യേ തീരത്ത് വേഗം ചേർന്നിടൂ ഭാഗ്യേ തീരത്ത്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിക്കുന്നതിന് മുൻപ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നിത്യനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പ്രത്യേക സന്ദർഭത്തിലും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ലോകജീവിതം ഞങ്ങൾക്കാർക്ക് ശാശ്വതമായിട്ടുള്ളതല്ലോ. കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങളെല്ലാവരും കുറേ നാൾ മാത്രം പാർക്കേണ്ടുന്നവർ. എന്നാൽ ശാശ്വതമായൊരു നിത്യഭവനം അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ആ നിത്യഭവനത്തെക്കുറിച്ചുള്ള പ്രത്യാശയോടുകൂടെ ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാക്കണമേ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, ഞങ്ങളുടെ കർത്താവ് ഇരിക്കുന്നിടത്താണല്ലോ ഞങ്ങളും ഇരിക്കേണ്ടത്. അതിനായി ഞങ്ങളെ ചേർത്തുകൊള്ളുവാൻ നീ വീണ്ടും വരുന്ന കർത്താവാകുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ആ നിത്യവാസത്തെക്കുറിച്ചുള്ള പ്രത്യാശയാൽ ഞങ്ങളെ എല്ലായ്പ്പോഴും നിറയ്ക്കണമേ. കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ആ സ്വർഗീയമായ മന്ദിരത്തെക്കുറിച്ചുള്ള പ്രത്യാശയോടെ ഈ ലോകത്തിൽ ജീവിപ്പാൻ എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവ്, ഇപ്പോൾ അവിടുത്തെ ഈ പ്രിയപ്പെട്ട മകളെ അവിടുന്ന് വിളിച്ച് ആ നിത്യതയിലേക്ക് ചേർത്തിരിക്കുന്നല്ലോ. കർത്താവിനോടുള്ള സൗഭാഗ്യകരമായ ജീവിതാനുഭവത്തിലേക്കാകുന്നു നിന്റെ മകൾ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നോർത്ത് ആശ്വസിപ്പിക്കുവാനും ഭാഗ്യകരവും മഹത്വകരവുമായ പ്രത്യാശയ്ക്കായി നിന്നെ സ്തുതിക്കുവാനും ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കൃപയുണ്ടാകണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ലെന്ന് അരുളിച്ചത് കർത്താവേ, ഒരു നാളും മരിക്കാത്ത
മരണം കാണാത്ത ഒരു നിത്യമായ ജീവിതം ഇനി ഞങ്ങൾക്കുള്ളതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ആ നിത്യവാസത്തെക്കുറിച്ചുള്ള പ്രത്യാശയോടെ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ജീവിപ്പാനിടയാക്കണമേ. എങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ താൽക്കാലികമായെങ്കിൽ ഞങ്ങളെ വിട്ടുപിരിയുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വേദനയും ദുഃഖവും ഉണ്ട്. എന്നാൽ അതിനപ്പുറമായി ശാശ്വത ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയാൽ ഞങ്ങളെ നീ പരിപാലിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുത്തു കൊള്ളപ്പെടുകയും ചെയ്യും. അങ്ങനെ നാം എല്ലാവരും എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുമെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനോട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അതിമഹത്തായ സന്ദേശത്തിന് വേണ്ടി സ്തോത്രം. അതേ കർത്താവെ, ഞങ്ങൾക്ക് മുൻപ് കടന്നുപോയ പ്രിയപ്പെട്ടവർ ഉയർത്തെഴുന്നേറ്റവരായും കർത്താവിൻ്റെ വരവിങ്കിൽ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ടവരായും ഞങ്ങളെല്ലാവരും കൂടെ കർത്താവിനോടുകൂടെ വസിക്കുന്ന ഒരനുഭവം ഇനി ഞങ്ങൾക്കുണ്ടല്ലോ. സ്തോത്രം. ആ നിത്യവാസത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ. ഇപ്പോൾ ഇതിൻ്റെ പ്രിയപ്പെട്ട മകളുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയൊക്കെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരുടെയും ഹൃദയങ്ങൾ അവിടുന്ന് പ്രത്യാശ നൽകണമേ. ഇന്നും നാളെയുമായി ഞങ്ങളെല്ലാവരും ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടുന്നവരാണല്ലോ. എന്നാൽ ആ ശാശ്വതമായ ഭവനത്തിനായിട്ട് ഞങ്ങൾ ഒരുക്കപ്പെട്ടവരായിരിക്കാനിടയാക്കണമേ. കർത്താവേ, അല്പസമയത്തിന് ശേഷം ഈ ഭൗതിക ശരീരം സംസ്കരിക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുകയാണല്ലോ. വന്നുചേരുന്ന എല്ലാവരെയും തക്ക സമയങ്ങളിൽ കൂട്ടിവരുത്തണമേ. കർത്താവെ, ശുശ്രൂഷ ഏറ്റവും പ്രത്യാശാ നിർഭരമായി തീരുവാനിടയാകണമേ. കർത്താവിനോടുള്ള മഹത്വകരമായ ജീവിതത്തിനായിട്ട് ഞങ്ങളെല്ലാവരെയും ശക്തീകരിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ. സന്നിധി തലകളെ വണക്കിയിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ, പ്രത്യാശ നൽകണമേ. വന്നുചേരുവാനുള്ളവരെ കൃപയിൽ കാത്തുകൊള്ളണമേ. എല്ലാം തിരുനാമ മഹത്വത്തിനും ഞങ്ങളുടെയും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനുമാക്കി തീർക്കണമേ. പ്രത്യാശയോടെ ഈ ലോകം വിട്ട് കർത്താവിനുള്ള നിത്യവാസത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങൾക്കും കൃപ തരികയും ചെയ്യണമേ. എല്ലാം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശു മിശിഹായുടെ വിലയേറിയ തിരുനാമത്തിൽ തന്നെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും ആശീർവാദങ്ങളും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരുന്ന പ്രത്യാശയോടെ ജീവിപ്പാൻ നമ്മെ ശക്തീകരിച്ച് നിത്യയിലേക്ക് വഴി നടത്തുമാറാകട്ടെ. ആമോദത്താൽ തിങ്ങിയാശ്ചര്യമോടെ
കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിതാ നോക്കിയിടുന്നു. തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചിതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. കുഞ്ഞാട്ടിൻ്റെ രക്തം തന്നിൽ തങ്ങളങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരിവർ. പൂർണ്ണ വിശുദ്ധരായി തീർന്നവർ യേശുവിൻ അംഗരുധീരത്തിൻ ശക്തിയാലേ. ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടും നിച്ചം ആനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥന്റെ സന്നിധൗ ചേർന്നാൽ മതി. കർത്താവേ വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധൗ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ.
മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവർ കയ്യിൽ കുരുത്തോല ഏന്തിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോടാർത്തിയിടുന്നു.
ഫിലിപ്പിയർ 3:17-21 വരെ. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവീൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്നും നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി മാനസാന്തരപ്പെടുത്തും.
സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷ വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ബഹുമാനപ്പെട്ട വൈദികരെ, എബിയും കുടുംബാംഗങ്ങളെ, കുഞ്ഞുമാമയുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നേ ദിവസം നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ കുഞ്ഞുമാമയെ പറ്റി ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞിട്ടെങ്കിൽ അത് ശരിയാകില്ല എന്ന് തോന്നുന്നു. കുഞ്ഞുമാമയുടെയും അവറാച്ചായൻ്റെയും ആതിഥ്യം സ്വീകരിക്കാത്ത വളരെ ചുരുക്കം പേരെ ഇവിടെ കാണുകയുള്ളൂ. നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ 5 ബെഡ്റൂം വീടുകളും ഒക്കെ ഉള്ളപ്പോൾ അതിഥികളെ സ്വീകരിക്കാൻ മടിക്കുമ്പോൾ വെറും 1 ബെഡ്റൂം ഹോൾ കിച്ചണിൽ എത്രമാത്രം അതിഥികളെ സ്വീകരിച്ചു. അതും 1-2 ദിവസമല്ല, മാസങ്ങളോളം അതിഥികൾക്ക് ഒരു സങ്കേതം കൊടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു കുഞ്ഞുമാമയുടെ. അത് ബൈബിൾ പറയുന്ന പോലെ എല്ലാ കാര്യത്തിലും സ്നേഹം തുടിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു കുഞ്ഞുമാമയുടെ. വളരെ പ്രായാധിക്യമുണ്ടെങ്കിൽ പോലും അതിഥികളെ സ്വീകരിക്കുന്നതിന് ഒരു മടിയുമില്ലാതെ എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാവരെയും സ്നേഹിക്കുകയും കഴിയുന്ന രീതിയിലെല്ലാം എല്ലാവർക്കും എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു കുഞ്ഞുമാമ. അപ്പോൾ എനിക്കും സാലിക്കും കുഞ്ഞുമാമയുടെ കൂടെ മാസങ്ങളോളം അവിടെ താമസിക്കുവാൻ സാധിച്ചു. അതുകൂടാതെ ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും കുഞ്ഞുമാമയുടെ കൂടെ താമസിക്കുവാൻ സാധിച്ചു. ഇതിലെല്ലാം കുഞ്ഞുമാമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹം കുഞ്ഞുമാമയ്ക്ക് മാത്രമല്ല, എബിക്കും കുടുംബാംഗങ്ങൾക്ക് എല്ലാം അതിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. എബി പഠിക്കുന്ന സമയത്താണെങ്കിലും ആ പഠിത്തത്തിൻ്റെ നമ്മൾ മക്കൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഡിസ്റ്റർബ് ആകുമെന്നൊക്കെ നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും അന്ന് എബിയുടെ ആ പഠിത്തകാലത്തും അനേകം ഗസ്റ്റിനെ വീട്ടിൽ താമസിപ്പിക്കുകയും അവർക്ക് ഒരു അഭയം കൊടുക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ ബൈബിൾ പറയുന്ന രീതിയിൽ അതിഥികളെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു കുഞ്ഞുമാമ. അപ്പോൾ ഈ സമയത്ത് ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ഞുമാമയ്ക്ക് വേണ്ടി കുഞ്ഞുമാമയ്ക്ക് ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. മറ്റതിഥികളെ സ്വീകരിക്കുകയും മറ്റുള്ളവരുടെ പ്രയാസമറിഞ്ഞ് സഹായിക്കുകയും ചെയ്ത് നമുക്ക് കുഞ്ഞുമാമയുടെ പാത നമുക്ക് പിന്തുടരാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. പ്രിയമുള്ള ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട അമ്മച്ചിയാണ് ഇന്ന് ഞങ്ങളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ
കുഞ്ഞമ്മാമ്മയുടെ ഇളയ അനിയത്തി തങ്കമ്മയുടെ മകൻ വിജയൻ. അമ്മാമ്മയുടെ സ്നേഹ പരിലാളനകൾ ഏറ്റവും ഞങ്ങളെല്ലാം അത്യധികം വേദനയോടുകൂടിയാണ് ഇപ്പോൾ ഓർക്കാൻ പറ്റുക. ഞാൻ അവിടെ അമ്മാമ്മയുടെ കൂടെ താമസിച്ചിട്ടുണ്ട് ഇവി പഠിക്കുന്ന സമയത്ത്. അല്ലാത്തപ്പോഴൊക്കെയും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും അനിയത്തികളുടെയും സഹോദരങ്ങളുടെയും ആങ്ങളുടെയും മക്കളൊക്കെ എല്ലാം എന്തെല്ലാം കരുതലാണ് അമ്മാമ്മ തന്നിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞാൽ ഒതുങ്ങുന്ന ഭാഷയിൽ ആയിരിക്കുകയില്ല. അതൊക്കെ ഇപ്പോഴും കുവൈറ്റിൽ നിന്ന് ഞാൻ ഒരു മാസം മുമ്പ് അവധിക്ക് വന്നപ്പോഴും അമ്മാമ്മയ്ക്ക് അസുഖമായിരുന്നു. പോയി കാണുകയും കേൾക്കുകയും കുർബാന കൊടുക്കുന്ന സമയത്തൊക്കെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തു. വീണ്ടും കാണാൻ ഒക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നത്. ഈ ഒരവസ്ഥയിൽ ഇവിടെ വന്നു. ദൈവം ഈ മാതൃകാപരമായ ജീവിതത്തിന് നമുക്കെല്ലാവർക്കും അതൊരു ഉദാഹരണമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത്രയും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെയും സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്ന ഒരു മാതാവിനെ വളരെ അപൂർവമായിട്ടേ കാണുവാൻ കഴിയുള്ളൂ. ഈ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാവരോടും ഞങ്ങളുടെ എല്ലാവരുടെയും നാമത്തിലും കുടുംബത്തിൻ്റെ നാമത്തിലും നന്ദി രേഖപ്പെടുത്തി വിളിച്ചെടുക്കുന്നു. നിന്നോട് ഛായയിൽ സൃഷ്ടിച്ചു നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചോണേ.
സാന്നിധിയും നീതിയിൽ വാടമൂടിയതു നിൻ മക്കൾക്കു സ്വർഗേ ലഭിക്കും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. പൂക്കോയിക്കൽ കുടുംബത്തിന് വേണ്ടി അനുശോചനം രേഖപ്പെടുത്താനായിട്ട് സുധീർ. ഇവിടെ കൂടി വന്നിരിക്കുന്ന സ്നേഹപ്പെട്ട സകല ജനങ്ങൾക്കും ഈ പൂക്കോയിക്കൽ കുടുംബത്തിൽ പെട്ട ഒരാളാണ് ഞാൻ. വടക്കേ ഇന്ത്യയുടെ പ്രദേശത്തിൽ ഗോസ്പൽ വർക്ക് മഹാരാഷ്ട്രയിൽ നിന്നാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഈ ദുഃഖമുള്ള വാർത്ത എനിക്ക് അറിയാൻ സാധിച്ചത്. ഈ പ്രിയപ്പെട്ട അതായത് എൻ്റെ ചാച്ചിജിയ എൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ മിസ്സസ് ആയിരുന്നു. ഞാൻ പഠിക്കുന്ന നാളത്തൊക്കെ ബോംബെയിൽ ഇവരുടെ കൂടെ ഞാൻ താമസിച്ചായിരുന്നു. ആ സമയങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ എന്നാലും ദൈവം നിശ്ചയിച്ച ഒരു സമയമുണ്ട്. ഈ ലോകത്തിൽ നാം ജനിക്കുമ്പോൾ ജനനം മരണം ഇത് ദൈവത്തിൻ്റെ പട്ടികയിലുള്ള പ്ലാൻ പ്രകാരം അത് ഏത് മനുഷ്യനായാലും അവർ ഈ ലോകത്തിൽ വന്ന് ജനിച്ച് പാർക്കും. അത് കഴിഞ്ഞ് വി ആർ ഓൾ സ്ട്രേഞ്ചേഴ്സ് ഇൻ ദിസ് വേൾഡ്. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ നിന്ന് പോകുന്നവരാണ്. നമുക്കാർക്കും ശാശ്വതമായ ഒരു ജീവിതം ഈ ലോകത്തിലില്ല. ഹല്ലേലൂയ. ഞാൻ യഥാർത്ഥമായിട്ട് ഞാൻ എൻ്റെ പഠിച്ച കാലത്തിലൊക്കെ ഓർക്കുന്നെങ്കിൽ ഞാൻ അധികം പഠിക്കാൻ വളരെ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും ശരിയായിട്ടൊന്നും ഞാൻ പഠിച്ചില്ല. എങ്ങനായാലും ദൈവത്തിൻ്റെ പ്ലാനും പട്ടിക പ്രകാരം കർത്താവിൻ്റെ അതിമഹത്വമേറിയ ശുശ്രൂഷയിൽ വടക്കേ ഇന്ത്യയുടെ പ്രദേശത്തിൽ കടന്നു പോകാനും അങ്ങനെ കർത്താവുമായിട്ട് ബന്ധപ്പെടുവാനും അനേകരോട് സുവിശേഷം പ്രസംഗിക്കുവാനും ദൈവം ഒരു ഭാഗ്യം എനിക്ക് തന്നു. ഞാൻ എൻ്റെ ഫാദർ ഏറ്റവും മൂത്തമായിരുന്നു. ഇപ്പം ഈ ജനറേഷനിൽ പൂക്കോയിക്കൽ കുടുംബത്തിൽ ഇപ്പം ആരും ഇല്ല. ഇത് ലാസ്റ്റായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഇനിയും വരാൻ പോകുന്നുള്ള ഭാവി പീടികളാണ് അവരുടെ മക്കള് കൊച്ചുമക്കള് അവരൊക്കെ ഇനിയും പിന്നെ ഈ ജനറേഷൻ എല്ലാം തീർന്നു പോയി. ഏതായാലും ഇതിന് ഒരു സമയം ദൈവം എനിക്ക് തന്നതിനായി ഒരു അനുശോചി പറയുവാനും ഇങ്ങനൊരു സമയം ഈ പള്ളിക്കാർ അത് അവസരം തന്നതിനായി ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമായി കർത്താവ് ബാക്കിയുള്ള ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹിക്കട്ടെ. ഇവിടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവരും അതത് സ്ഥാനങ്ങളിൽ ഇരുന്നാൽ മതിയാകും. ഈ ശുശ്രൂഷ നടക്കുമ്പോൾ എല്ലാവരും ഭയഭക്തിപൂർവ്വം ശുശ്രൂഷയിൽ സംബന്ധിക്കണം. ഇനിയും കാണാനുള്ളവർക്ക് ശുശ്രൂഷ കഴിഞ്ഞ് കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ക്രിസ്തൻ മേൽച്ചാരി തൻ ഹസ്തേ വിശ്രമിച്ച എന്ന പാട്ട് പാടിക്കൊണ്ട് ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ക്രിസ്തൻ മേൽച്ചാരി തൻ ഹസ്തേ വിശ്രമിച്ച കർത്താവിൻ മൃതന്മാർ നിത്യം ഭാഗ്യവാന്മാർ കാണാതെ സ്നേഹിച്ച പ്രാണനം യേശു ഉണ്മയിൽ തെളിവാൻ കാൺമാ തത്ര
ഭാഗ്യം. വല്ലാത്ത പ്രയാസം ഇല്ല നദി തീരെ പുല്ലിന്മേച്ചിൽ സ്ഥലേ നല്ലിടയൻ മേയ്ക്കും. പകല വെയിൽ പാതിര ശീതവും വ്യാകുല ദുഃഖവും എല്ലാവർക്കീ നീമേ അവരുടെ സ്നേഹം സ്വരം സന്തോഷവോ കാണുകയില്ല ഞങ്ങൾ കുറെ നാളെ പിരിഞ്ഞ പ്രിയർക്കാർ ഞങ്ങൾ ദുഃഖിക്കുമ്പോൾ കണ്ണുനീർ ചോരിച്ച പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കു സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വന്നവനും ആയിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട്
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്രഷ്ടാവേ നിനക്ക് സ്തുതി. ഭാവികളാടിയാരോട് രാജാവേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ട ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളുടെ ദുഷ്ടങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താത്കാലിക ജീവിതത്തിൽ വേർപെട്ട് ഈ ലോകത്ത് നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഇതിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിന് യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. മൺമയനായ ആദാമിൻ മക്കൾക്കു പുനരുദ്ധാനം വാഗ്ദാനം താൻ കൃപയാലെ ചെയ്തവനാം മശിഹാനാഥ. ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്ദിച്ചിടുന്നു. നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയോ ജീവമരണങ്ങളിന്മേലോ അധികാരിയാം നാശിഹായേ. പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരെ അന്ത്യന്യായ വിസ്താരത്തെ പ്രവേശിപ്പിച്ചിടരുതേ. ഓരോ പ്രവൃത്തിക്കൊത്തതുപോൽ പകരം നൽകും ശിഹായേ. കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കാഴുകണമേ. നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടി ധരിപ്പിക്കണമേ എന്നേക്കോ ന്യായാധിപന മാശിഹായേ. ത്രിത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾ കന്നു സ്തുതിയാം വന്ദനവും
പുകഴോ അല്ലാതെയാം നാം നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത സകല മഹിമയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മിശിഹാ തമ്പുരാന് തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവേ, ഇല്ലായ്മേൽ സകലത്തെ നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ടവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തെരഞ്ഞെടുക്കുന്നതിനും ദോഷമായതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെയും പരമവൈദ്യനായ നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്ന് ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന് കൂടാരങ്ങൾ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയുമാകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ സ്നാനമേറ്റവളും ദൈവികമായ ശുശ്രൂഷകൾ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവളുമായ ഈ നിന്റെ മകൾ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ല എന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ല എന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഇവൾ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യും എന്നുള്ള പ്രത്യാശയോട് ഈ നിന്റെ ദാസിയുടെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായി പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, ഈ നിരദാസിയുടെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്ന ഞങ്ങളെയും പ്രത്യേകമായി നിന്റെ മകളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയെങ്കിലേക്ക് ഇവളെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവൾ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു,
കർത്താവിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം കരേറ്റുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിലുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ വിശുദ്ധ നിന്റെ ഏകപുത്രനും വിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം ചെയ്യുമാറാകണമേ. ഹോശോ ജീവനും താനായിരിക്കുന്നവനും തന്നിൽ ജീവിക്കുമെന്നും ജീവിച്ചിടും തന്നെ വിശ്വസിക്കുന്ന ഒരുത്തനും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരായി നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങൾ നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരരെ, ഇന്നു നാം എവിടെയാകുന്നുവെന്നും നാളെ എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരങ്ങളെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിങ്കിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഹോ മരിച്ചവരെ, പുനർജീവൻ അടുത്തല്ലോ. ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോൻ ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കോത്തവോൽ നീതിയായി ഫലമേകാം. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ. പാതാളത്തെ നീ യാത്ര ചെയ്തല്ലോ. ആദാമേൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നെ വിശ്വസിച്ചവരാം അടിയാരെയും ഉയർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ കർത്താവേ, നിന്നെ ഞങ്ങൾ നോക്കി വിളിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി വരണമേ. ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പുത്ര, അഴിവില്ലാത്ത രാജ്യത്തിൽ നീതിമാന്മാരുടെ വിശുദ്ധന്മാരോടുകൂടെ നിന്റെ അടിയാരായ ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ. പുനരുദ്ധാന ദിവസത്തിൽ മരിച്ചവരെ അവരുടെ കബറുകൾ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരെ മഹത്വത്തിന്റെ വെള്ളനിലയെങ്കി ധരിപ്പിക്കുന്നവനായുള്ളവേ, നിനക്ക് സ്തുതി. മണ്ണിൽ നിന്ന് ആദാമിനെ മെനഞ്ഞുണ്ടാക്കിയ പിതാവിന് സ്തുതിയും കുരിശിലെ കഷ്ടാനുഭവങ്ങളാൽ അവനെ വീണ്ടെടുത്ത പുത്രന് വന്ദനവും അവസാനത്തിൽ എഴുന്നള്ളി അവനെ ഉയർപ്പിക്കുകയും പുനരുത്ഥാന നാളിൽ അവനെ അവന്റെ സന്താനങ്ങളെയും മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന റുഹായിക്ക് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, ഞങ്ങളോട് നീ ഉത്തരമരുളി ചെയ്യണമേ. ദൈവമേ, ഞങ്ങളോട് നീ ഉത്തരമരുളി ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യഹൃദയങ്ങളെ
അനുതാപത്തിങ്കിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. ആമേൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ നിന്നും സ്നേഹന്മാരുടെ സ്തുതിയെ കർത്താവേ, നിരവചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാപങ്ങളിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു ഭാഗമാണല്ലോ നമ്മൾ വായിച്ചത്. ഈ ലോകജീവിതം നമുക്കാർക്കും ശാശ്വതമായിട്ടുള്ളതല്ല. ഈ ലോകത്തിൽ നാം എല്ലാവരും കുറേ നാൾ മാത്രമേ പാർക്കുകയുള്ളൂ. അങ്ങനെയാണ് ദൈവം അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതം ഈ ലോകജീവിതം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. പിന്നെയോ നിത്യമായൊരു ജീവിതം ദൈവം നമുക്കെല്ലാവർക്കും വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു. ആ നിത്യഭവനത്തിലേക്ക് കർത്താവ് നമ്മെ തനിക്കിഷ്ടമാവുമ്പോൾ വിളിച്ച് ചേർക്കുന്നത് അത്രേ. അപ്പോൾ കർത്താവിനോടുകൂടി ആയിരിക്കുവാൻ തക്കവണ്ണം നാം എല്ലാവരും ഒരുക്കപ്പെട്ടവരായിരിക്കുക എന്നുള്ളത് അത്രേ ഈ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അങ്ങനെ നാം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ലോക ജീവിതത്തിനപ്പുറമായി 2 പ്രത്യേകമായ അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു, നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അതെ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവേഷ്ടം നിറവേറ്റുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ നാം ഈ ലോകജീവിതത്തിനപ്പുറമായും കർത്താവിനോടുകൂടി ആയിരിക്കും. എന്നാൽ ഈ ലോകത്തിൽ നമുക്ക് ദൈവഹിതം നിറവേറ്റുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ലോകജീവിതത്തിനപ്പുറമായി കർത്താവിനോടുകൂടി ആയിരിക്കാൻ കഴിയുകയില്ല. അത് നിത്യനാശത്തിൻ്റെതായ ഒരു അനുഭവമാകുന്നു. ഏതായാലും ഈ ലോകം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശാശ്വതമായ അനുഭവമല്ല. ഇവിടെ നിന്നോ നാളെയോ ആയി നാം എല്ലാവരും വേർപെടേണ്ടുന്നതാകുന്നു. എന്നാൽ അതിനുശേഷം എവിടെയായിരിക്കും നാം എന്നുള്ളത് തിട്ടപ്പെടുത്തേണ്ടുന്നത്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കേണ്ടുന്നത് ദൈവം നമ്മളെ എല്ലാവരെയും കുറിച്ച് ആഗ്രഹിക്കുന്നതായ ഒരു വസ്തുതയാകുന്നു എന്നുള്ളത് നാം വിസ്മരിച്ചു കളയരുത്. നാം അങ്ങനെ ക്രമീകരിച്ചില്ലെങ്കിലും ഈ ലോകത്തിൽ നിന്ന് നാം വേർപിരിയുമ്പോൾ നമ്മുടെ ജീവിതം ഈ ലോകജീവിതം കൊണ്ട് അവസാനിക്കാത്ത ഒന്നാകുന്നത് കൊണ്ട് നിത്യതയോളം നിലനിൽക്കുന്ന അത്രേ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതുപോലെ നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അത് നിത്യമായൊരു ശിക്ഷാവിധിയുടേതായ ഒരു അനുഭവമായിരിക്കും. ആകയാൽ കർത്താവിനോടുകൂടി ആയിരിക്കുവാൻ തക്കവണ്ണം വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കുന്നത്, യേശുക്രിസ്തു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ദൈവികമായ പ്ലാൻ പ്രകാരം ജീവിക്കേണ്ടുന്നത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാകുന്നുവെന്ന് ഈ പ്രത്യേകമായ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇന്നോ നാളെയോ ആയി ഈ ലോകത്തിൽ നാം എല്ലാവരും വേർപിരിഞ്ഞേ മതിയാവുകയുള്ളൂ. അവിടെ കർത്താവിനോട് നിത്യരാജ്യത്തിൽ കാണപ്പെടുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ഇടയായിത്തീരണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. അങ്ങനെ നാം എല്ലാവരും എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അതെ, ഈ ലോകത്തിൽ കർത്താവിൻ്റെ വരവെങ്കിൽ ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ടവരായും അതിനു മുൻപായി നിദ്ര കൊണ്ടവർ ഉയർത്തെഴുന്നേറ്റവരായും അങ്ങനെ എല്ലാവരും കൂടെ കർത്താവിനോട് കൂടെ വസിക്കുന്ന ഒരു ജീവിതാനുഭവമുണ്ട്. അതാകുന്നു ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യമായ അനുഭവം. ആ നിത്യാനുഭവത്തിൽ കർത്താവിനോടുകൂടി ആയിരിക്കാൻ നമുക്ക് സാധ്യമായി തീരണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു. ദൈവത്തിൻ്റെ ആത്യന്തികമായ പ്ലാൻ അതാണ്. കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മളും ഇരിക്കണം. കർത്താവിനോടുകൂടി ആയിരിക്കണം നമ്മുടെ ആത്യന്തികമായ വാസം. കർത്താവിനോടുകൂടി ആയിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും ക്രമീകരിക്കുവാനും നമുക്കെല്ലാവർക്കും സാധ്യമായി തീരട്ടെ. പണ്ടൊക്കെ ഞാനൊരു കൊച്ചുകുട്ടിയായിരിക്കുന്നതായ കാലത്ത്
ഇതുപോലുള്ള സന്ദർഭത്തിൽ ഈ പെട്ടിയുടെ രണ്ട് വശങ്ങളിലും ചില വാചകങ്ങളൊക്കെ എഴുതി കടലാസിൽ വെട്ടി ഒട്ടിച്ചൊക്കെ വയ്ക്കുമായിരുന്നു. അതിലൊന്ന് ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളതായിരുന്നു. നമ്മെ വിട്ട് കടന്നു പോകുന്ന നമ്മോട് പറയുകയാണ്, ഇന്ന് ഞാൻ അങ്ങോട്ട് പോകട്ടെ, നാളെ നീയും വരുമല്ലോ. അതെ, മൂകമായ ഭാഷയിൽ നമ്മോട് പറയുകയാണ്, ഇന്ന് ഞാൻ പോകുന്നു, നാളെ നീയും വരും. അത് നമുക്ക് ആർക്കും ഒഴിവാക്കാൻ കഴിയുകയില്ല. ഈ ലോകത്ത് നാം വിട്ടുപോയപ്പോൾ കർത്താവിനോടുകൂടി ആയിരിക്കുന്നത് എത്ര ഭാഗ്യകരമായ അനുഭവം. ആ ഒരു പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ ലോകത്തെ ജീവിതം പൂർത്തീകരിക്കുവാനായിട്ട് ശ്രമിക്കാം. ഈ പ്രിയപ്പെട്ട മാതാവ് കർത്താവിനുള്ള നിത്യമായ ജീവിതത്തിലേക്ക് അതൊന്ന് പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നതും മനസ്സിലാക്കുന്നതും. കർത്താവിനോട് നിത്യതയിൽ കാണപ്പെടുമ്പോൾ പിന്നാലെ നാമും ചെന്ന് ആ ഭാഗ്യകരമായ സദസ്സിൽ കാണപ്പെടുവാനൊക്കെ ഇടയായിത്തീരട്ടെ. അതിന് നമുക്ക് നമ്മെ എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. പ്രത്യാശയോട് നമുക്ക് കടന്നു പോകാം, വിശ്വാസത്തോട് നമുക്ക് ജീവിക്കാം. അങ്ങനെ നിത്യരാജ്യത്തിൽ നാം എല്ലാവരും കാണപ്പെടുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗസ്ഥ പിതാവാൻ ദൈവമേ, വീണ്ടും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ ലോക ജീവിതത്തിനപ്പുറമായി നീ ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യത്തിൽ ഞങ്ങളെല്ലാവരും കാണപ്പെടുവാൻ തക്കവണ്ണം വിശുദ്ധിയുടെയും ഭക്തിയുടെയും അനുഭവത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാക്കുമാറാകണമേ. നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നല്ലോ. അപ്പോൾ കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ആ ദിവ്യ അനുഭവത്തിൽ ഞങ്ങളെല്ലാവരും കാണപ്പെടുവാനിടയാക്കണമേ. ഇപ്പോൾ അങ്ങയുടെ പ്രിയപ്പെട്ട മകൾ ആ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭാഗ്യകരവും മഹത്വകരമായ പ്രത്യാശയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളും അവിടെ കാണപ്പെടുവാനൊക്കെ ഇടയാക്കണമേ. നിന്റെ ദാസിയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ എല്ലാവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ പ്രത്യാശ പ്രദാനം ചെയ്യണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെന്ന് പറഞ്ഞ് നിന്നെ സ്തുതിപ്പാൻ ഇടയാക്കണമേ. നിത്യജീവിതത്തിനായിട്ട് ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ. തുടർന്ന് ഈ ഭൗതിക ശരീരം സംസ്കരിപ്പാൻ ഞങ്ങൾ ദൈവാലയത്തിലേക്ക് പോകുകയാണല്ലോ. തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. എല്ലാം ശുശ്രൂഷകളും അനുഗ്രഹകരമായി നിറവേറ്റി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവരാജ്യത്തിന് കെട്ടുപണിക്കായി ജീവിപ്പാനും ഞങ്ങളെല്ലാവരും ഒരുക്കുകയും ചെയ്യണമേ. എല്ലാം തൃപ്പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശു മിശിഹായുടെ വിലയേറിയ തിരുനാമത്തിൽ ക്രിസ്തേലായേസോ കുറിയേലായേസോ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്ക് ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ബാരക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുരാജ്യം വരണമേ. തിരുവിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങൾ ദുഷ്ടങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായെയും കുറിച്ചുള്ള അറിവിലെ സ്നേഹത്തിലും നാം എല്ലാവരുടെയും ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം നിങ്ങളോടുകൂടെയും നിങ്ങളുടെയിലും ഉണ്ടായിരുന്ന സകലവിധ ദോഷങ്ങളിൽ നിങ്ങളെ കാത്തുമറച്ച് ആവശ്യമുള്ള സകലനന്മകൾക്ക് നിങ്ങളെ യോഗ്യരാക്കി നിത്യജീവങ്കിലേക്ക് വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി ആരെങ്കിലും ഭൗതിക ശരീരം കാണാനായിട്ടുണ്ടെങ്കിൽ അവർക്ക് മുൻപോട്ട് വന്ന് കാണാം. അതിനുശേഷം കുടുംബാംഗങ്ങൾ ചുംബനം നൽകുന്നതും ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കൊണ്ടുപോകുന്നതുമാണ്.
ആകെ അല്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്ക് സ്തോത്രം വേഗം നിന്നെ കാണും യേശുവേ നിനക്ക് സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാൾ അടുപ്പം എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാൾ അടുപ്പം സ്ഥലം ഹാവിശേഷം ഫലം എത്ര മധുരം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാരുദീസായി ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാരുദീസായി
തേടുവാഞ്ചടത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധൗ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആമോദത്താൽ തിങ്ങിയാശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിതാ നോക്കിയിടുന്നു. തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചിതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. കുഞ്ഞാട്ടിൻ്റെ രക്തം തന്നിൽ തങ്ങളങ്കി നന്നായി വെളുപ്പിച്ച കൂട്ട